സ്വന്തം നിലപാട് വ്യക്തമായും കൃത്യമായും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം പിൻപറ്റി വന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തൻ്റെ നിലപാട് ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് പലപ്പോഴും വർഗീയവാദി എന്ന വിളി ഡോക്ടർ അനിൽ മുഹമ്മദ് കേൾക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തെ അടുത്തറിഞ്ഞിട്ടുള്ള ആരും തന്നെ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാണെന്ന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. പിന്നെ അദ്ദേഹത്തെ വർഗീയവാദിയാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശരിയായ ആശയങ്ങളോട് യോജിച്ചു പോകാൻ കഴിയാത്ത, ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ ചേർത്ത് പിടിക്കൽ കണ്ടിട്ട് അസ്വസ്ഥത തോന്നുന്നവരാണ് ശരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പട്ടം ചാർത്തി കൊടുക്കുന്നത്. അതിൽ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണമറ്റതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന എൻ്റെ റേഡിയോ 91.2-ഉം അതിലെ സൗഹൃദ കൂട്ടായ്മയായ സ്നേഹസേനയും എൻ്റെ വായനശാലയും ചേർന്ന് കരുനാഗപ്പള്ളിയിലെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്ന പദ്ധതിയിലൂടെ കൈത്താങ്ങാകുന്നുണ്ട്. ഈ വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്ന പദ്ധതിയുടെ 9ാം വാർഷികാഘോഷത്തിൻ്റെ നിറവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടാതെ എല്ലാ ഓണക്കാലത്തും നിരാലംബരായ അമ്മമാർക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓണപ്പുടവകളും ഭക്ഷ്യധാന്യ കിറ്റുകളും ഒരു സ്നേഹ സമ്മാനമായി നൽകാറുണ്ട്. സ്വന്തമായി കിടപ്പാട ഇല്ലാതിരുന്ന 16ഓളം കുടുംബങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള വീട് നിർമ്മിച്ചു നൽകി. ഇതിൽ ഒരു വീട് അദ്ദേഹത്തിൻ്റെ മാത്രം അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ്. കൂടാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാതിരുന്ന 60-ൽ പരം കുടുംബങ്ങൾക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. കുടിവെള്ളമില്ലാതിരുന്ന നിരവധി പേർക്ക് കിണറുകൾ, നിരവധി പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ, ഹോസ്പിറ്റൽ ബെഡുകൾ, 80-ലധികം വീൽ ചെയറുകൾ, മുച്ചക്ര വാഹനങ്ങൾ, സ്വന്തം ചെലവിലും മറ്റ് സൗഹൃദത്തിലൂടെയും നിരവധി കുട്ടികൾക്ക് പഠന സഹായങ്ങൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വരുന്നുണ്ട്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു സേവന പ്രവർത്തനത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുന്നവൻ ഏത് ജാതിയിൽപ്പെട്ട ആളാണോ അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നോ എന്നൊന്നും അദ്ദേഹം ഒരിക്കലും ചിന്തിക്കാറില്ല. എല്ലാവരും മനുഷ്യരാണ്, ഒരിക്കൽ മണ്ണായി തീരാനുള്ള മനുഷ്യർ. ലാഭം നോക്കിയല്ല ഒന്നിനു വേണ്ടിയും അദ്ദേഹം ഇതുവരെ പ്രവർത്തിച്ചത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധത്തിൽ ഉൾപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് ചേർന്ന് നിൽക്കുന്നവർ മാത്രമല്ല കേട്ടോ. അതിൽ കൊച്ചുകുട്ടികൾ മുതൽ ജീവിതത്തിൻ്റെ എല്ലാ അധ്യായങ്ങളിലൂടെയും കടന്നു ചെന്നവർ വരെയുണ്ട്. പാവപ്പെട്ടവനും സമ്പന്നനുമുണ്ട്, എല്ലാ മതസ്ഥരുമുണ്ട്. അദ്ദേഹം ഒരു അടിയുറച്ച വിശ്വാസിയാണ്. ഒരു വിശ്വാസിക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയായ, അതായത് മറ്റു മതത്തെ ബഹുമാനിക്കുക എന്നൊരു ക്വാളിറ്റി അദ്ദേഹത്തിന് ആവോളമുണ്ട്. തീർച്ചയായും അത് സ്വന്തം മതത്തിനൊപ്പം അദ്ദേഹം മറ്റുള്ള മതങ്ങളുടെ ആശയങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതിനാലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ വർഗീയവാദി എന്ന് മുദ്രകുത്തുന്ന ആർക്കും തന്നെ സ്വന്തം മതത്തെ അത്ര കണ്ട് അറിയണമെന്നില്ല. തീർച്ചയായും ഒരു ഫലമുള്ള വൃക്ഷത്തിലല്ലേ എല്ലാവരും കല്ലെറിയുകയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് പേരുടെ ഹൃദയം തൊട്ട മനുഷ്യൻ ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ മുഖത്തെ ആ ചിരി പലരെയും അസ്വസ്ഥപ്പെടുത്തുമെങ്കിലും ഒരുപാട് പേർക്ക് ആശ്വാസമാണ്, ഒരുപാട് പേരുടെ ആത്മവിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോലെ വ്യത്യസ്തമായ ആശയമുള്ളത് കൊണ്ടാണ് എല്ലാ വർഷവും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത്. ഇത്തവണ പ്രഭാഷണ വേദിയിൽ വെച്ച് പരബ്രഹ്മ ക്ഷേത്ര സെക്രട്ടറി വിനോദ് പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം നമുക്ക്. ഇന്നിവിടെ പ്രഭാഷകനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ KM അനിൽ മുഹമ്മദ്. നമ്മുടെ ക്ഷേത്രത്തോട് ഒരു പ്രത്യേകമായ താല്പര്യമാണ് അദ്ദേഹം കാണിക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ഭാഗമാകാറുണ്ട്. നമ്മൾ ക്ഷേത്രം നടത്തുന്ന സമൂഹ വിവാഹങ്ങളിലും അതുപോലെയുള്ള പദ്ധതികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക് ചെറുതല്ല എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ഇരുന്ന മേഖലകളിലൊക്കെ അടയാളപ്പെടുത്തിയാണ് മുന്നോട്ട് പോയത്. 36-ാമത്തെ വയസ്സിലാണ് കയർഫെഡിൻ്റെ MD ആയി അദ്ദേഹത്തെ നിയമിക്കുന്നത്. 38-ാമത്തെ വയസ്സിലാണ് ഗ്രാൻഡ് ഷോപ്പിംഗ് കേരളയുടെ MD ആയി അദ്ദേഹത്തെ നിയമിക്കുന്നത്. ആ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു അഴിമതിയുടെ അല്പം പോലും ആരോപണങ്ങൾ പുറത്തു വരാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരുദോഷം കേൾപ്പിക്കാതെ ഇരുന്ന സ്ഥാനങ്ങളെല്ലാം അടയാളപ്പെടുത്തിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സർക്കാരിൻ്റെ കീഴിലുള്ള
കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് ലിമിറ്റഡിൻ്റെ MD ആയി അദ്ദേഹത്തെ നിയമിതനായി അദ്ദേഹം ചാർജ് എടുത്ത് പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടിരുന്നപ്പോൾ സൂചിപ്പിച്ചത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മേഖലയെ എങ്ങനെ വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് ഇരുന്ന് ആലോചിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും മന്ത്രിമാരുമായി സംസാരിക്കുന്നതിനൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹം സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എവിടെയും വെട്ടിത്തുറന്ന് നട്ടെല്ല് നിവർത്തി യാതൊരു മടിയുമില്ലാതെ എപ്പോഴും അവസരത്തിനൊത്ത് പറയാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന് നമുക്കറിയാം. നമ്മൾ നവമാധ്യമങ്ങളിൽ തുറക്കുമ്പോൾ ഒരു നിറസാന്നിധ്യമാണ് ഡോക്ടർ അനിൽ മുഹമ്മദ്. അദ്ദേഹത്തെ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ അനുകൂലിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ അതിലെതിരഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ എന്ത് എതിരഭിപ്രായങ്ങളുണ്ടായാലും എന്താണ് മറ്റുള്ളവർക്ക് എതിരായി അവർ ചിന്തിക്കുന്നത് എന്ന് നോക്കാതെ തൻ്റെ അഭിപ്രായം ശരിയെന്ന് തോന്നുന്നത് അത് അപ്പോൾ തുറന്നു പറയാൻ നവമാധ്യമങ്ങൾ കൂടിയും അതോടൊപ്പം തന്നെ മറ്റു വേദികളിലും തുറന്നു കാണിക്കുന്നൊരു മനസ്സ്, വ്യക്തിത്വം അത് ചെറുതല്ല എന്ന് ഈ അവസരത്തിൽ പറയുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന് ക്ഷേത്രഭരണ സമിതിയുടെ ഹാർദമായി നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. തൊട്ടടുത്ത ദിവസം പ്രഭാഷണത്തിനായി ഇവിടെ എത്തേണ്ട എൻ്റെ അധ്യാപകൻ കൂടിയായ ബഹുമാന്യനായ നല്ലമുട്ടം പ്രസാദ് സാർ അടക്കമുള്ളവർ ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം എടുക്കുന്നില്ല. വളരെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.